മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ വിളംബരമായി ചരിത്രപ്രസിദ്ധമായ പൈങ്കുളം വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചാറൽ വേല ഈ മാസം 12-ന് ആഘോഷിക്കും. പച്ചപ്പിൽ പുതച്ചു നിൽക്കുന്ന പൈങ്കുളം ഗ്രാമവും ഭാരതപ്പുഴയുടെ തീരവും ഇപ്പോൾ ഉത്സവ ലഹരിയിലാണ്. ഭാരതപ്പുഴയുടെ ശാന്തമായ ഒഴുക്കിന് കാതോർത്ത് പച്ചപ്പിൽ പുതച്ചു നിൽക്കുന്ന പൈങ്കുളം ഗ്രാമം വീണ്ടും ഉത്സവ ലഹരിയിലേക്ക്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന് വിളംബരമായി പൈങ്കുളം വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ഉച്ചാറൽ വേല ഈ മാസം 12-ന് ആഘോഷിക്കുകയാണ്. കാർഷിക സമൃദ്ധിയുടെയും പ്രകൃതി ആരാധനയുടെയും വേരുകൾ ആഴ്ന്നു കിടക്കുന്ന ഈ ഉത്സവം മണ്ണിന്റെ മണമുള്ള മലയാളിയുടെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ നേർക്കാഴ്ചയാണ്. ഭൂമിദേവിക്ക് വിശ്രമം നൽകുന്ന ഉച്ചാറൽ ദിനങ്ങളിൽ വാഴാലിക്കാവിലെ തുറന്ന ശ്രീകോവിലിന് മുൻപിൽ കൈകൂപ്പുന്നത് പ്രകൃതിക്ക് മുൻപിലുള്ള സാഷ്ടാംഗ പ്രണാമമായി ഭക്തർ കരുതുന്നു. ദാരിക നിഗ്രഹത്തിന് ശേഷം ദേവി വിശ്രമിച്ചുവെന്ന് കരുതപ്പെടുന്ന വാഴാലിക്കാവിലെ മണ്ണിൽ ഉച്ചാറൽ ദിനങ്ങളിൽ മഴ വീഴില്ല, മണ്ണ് കിളക്കില്ല. വരാനിരിക്കുന്ന കുംഭത്തിലെ പൂരക്കാഴ്ചകൾക്ക് മുന്നോടിയായി എത്തുന്ന ഈ കാർഷികോത്സവം ഗ്രാമത്തിന്റെ ഐശ്വര്യത്തിനായുള്ള പ്രാർത്ഥനയാണ്. കൂത്തുമാടത്തിൽ നിഴലുകൾ രാമായണ കഥയുമായി സംവദിക്കുമ്പോൾ ഗ്രാമവീഥികളിലൂടെ ഒഴുകിയെത്തുന്ന ദേശപ്പരയുടെ താളവാദ്യങ്ങൾ പൈങ്കുളത്തിന്റെ അന്തരീക്ഷത്തെ ഭക്തിസാന്ദ്രമാക്കുന്നു. ചരിത്രവും കലയും ഐതിഹ്യവും നിഴലുടെ തീരത്ത് ഒരേ ലയത്തിൽ സംഗമിക്കുന്ന അപൂർവ മുഹൂർത്തത്തിനാണ് പൈങ്കുളം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്.